ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നോ? ഞങ്ങൾക്ക് ഇവിടെ ആകെ മൊത്തം പണി കിട്ടിയ ഒരു മാസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആദ്യം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവായ്ക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു എന്ന്. അത് കഴിഞ്ഞ് എനിക്കായി, എൻ്റെ ഹസ്ബൻഡിനായി, എല്ലാം കൂടി നമ്മൾ ഒരു സത്യത്തിൽ ജാനുവരി ലാസ്റ്റ് തൊട്ട് നമ്മളിങ്ങനെ പുറത്തു പോലും ഇറങ്ങാതെ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെയാണ് കേട്ടോ. ഒരു വല്ലാത്ത കണ്ടീഷനായിരുന്നു. ഈ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പിന്നെ നമ്മൾ ഫാമിലി ഒറ്റയ്ക്ക് താമസിക്കുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അല്ല. ഇത്രയും ഈ ചിക്കൻ ബോക്സ് വരുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പം നമ്മൾ തന്നെ കുക്ക് ചെയ്തും എല്ലാം കൂടെ ആദ്യം ഒരു വല്ലാത്ത കണ്ടീഷനായിരുന്നു. അപ്പോൾ എനിക്കിപ്പം ഇവിടെ ഇങ്ങനെ എൻ്റെ ഈ ബ്ലിസ്റ്റേഴ്സൊക്കെ വന്നത് ജസ്റ്റ് കരിഞ്ഞു തുടങ്ങി, പിന്നെ പൊറ്റയായിട്ടുണ്ട്. ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫേസിൽ നിറച്ചുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് പറയാം. എന്താണ് എനിക്ക് ഇത്രയും ഫേസിൽ സ്പ്രെഡ് ആവാനുണ്ടായ കാര്യവും എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കളായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയി, ഇനി കുറച്ചൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകാനായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന്. നമ്മൾ ഇന്ന് 2 ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നൊരു ഡോട്ട് ആൻഡ് കെയുടെയും പിന്നെ ഒന്ന് സെറ്റാഫിലിൻ്റെയും. ഈ 2 ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഉപകാരപ്പെടുന്നു തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് തന്നെ നോക്കാം കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കെയുടെ ഫേസ് വാഷ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നൈക്കയുടെ ഒരു ഹോൾ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പുതിയ ഫേസ് വാഷ് വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കട്ടെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസത്തോളം ആയി ഈ ഒരു ഫേസ് വാഷ് ഞാൻ വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഈ ഒരു ഫേസ് വാഷിനകത്ത് ഇവർ പറയുന്നത് ഇത് സിക്ക കാമിംഗ് ബ്ലെമിഷ് ക്ലിയറിംഗ് ജെൽ ഫേസ് വാഷ് എന്നാണ്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എനിക്ക് ഇന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്റെ കയ്യിൽ ഒന്ന് കാണിച്ചു തരാമേ. പിന്നെ ഇതിനകത്ത് അവർ പറയുന്ന കാര്യം, ഇത് റെഡ്യൂസ് ആക്റ്റീവ് ആക്നെ, കാംസ് റെഡ്നെസ് ആൻഡ് ഇറിറ്റേഷൻ, SLS ആൻഡ് SLES ഫ്രീ. പിന്നെ അതുപോലെ ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഫേസ് വാഷ് ആണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് 100 ml പ്രോഡക്റ്റിന് 212 രൂപയായിരുന്നു. ഇതിൽ 249 രൂപയെന്നായിരുന്നു കേട്ടോ കിടക്കുന്നത്. പക്ഷെ ഞാൻ ഇത് നൈക്കിന്ന് എനിക്ക് 212 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. അപ്പൊ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആണ്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പതഞ്ഞു വരുന്ന ടൈപ്പ് ഫേസ് വാഷ് ആണ്. കണ്ടില്ലേ? ഞാൻ കൈ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് തോന്നിയത് എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതിനകത്ത് സാലിസിലിക് ആസിഡും ഗ്രീൻ ടീ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാലിസിലിക് ആസിഡ് ആക്ച്വലി നമ്മുടെ ഫേസിലെ ആക്റ്റീവ് ആക്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എനിക്കിത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ, എൻ്റെ സ്കിന്നിനെ നമ്മളിപ്പം ഫേസ് വാഷ് ചെയ്ത് ഒരിത്തിരി കഴിയുമ്പോഴത്തേക്കും മോയ്സ്ചറൈസ് ഇടാൻ ഒരിത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നെ ഭയങ്കരമായിട്ട് ഇത് ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേസ് വാഷ് എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് നല്ലതായിരിക്കും. അതുപോലെ ആക്റ്റീവ് ആക്നെയും ഒക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും. എൻ്റെ ഫേസിൽ ആക്നെ അങ്ങനെ ഇല്ലായിരുന്നു. ആക്നെ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഓയിലി ആണെങ്കിലും എൻ്റെ ഫേസ് അങ്ങനെ എക്സ്ട്രീംലി ഓയിലി ടൈപ്പ് അല്ല. അപ്പം അതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫേസ് ഡ്രൈ ആകാനായിട്ട് തുടങ്ങി. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ മോയ്സ്ചറൈസറും കാര്യങ്ങളും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് തന്നെ ഇത് ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ എനിക്കിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഈ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലേക്കി വൈറ്റ് കളർ ഫ്ലേക്കി ആയിട്ട് ഇങ്ങനെ എൻ്റെ സ്കിന്നാകാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വരാനായിട്ടും തുടങ്ങി കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ എനിക്ക് ഈ 2 സൈഡിലും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പിമ്പിൾ വരാനായിട്ടും തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഈ ഫേസ് വാഷിനെ കുറിച്ച് ഒരുപാട് പേരും നല്ല റിവ്യൂസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ളവർക്കും ആക്റ്റീവ് ആക്നെ ഒക്കെ ഉള്ളവർക്കും നല്ലൊരു ഫേസ് വാഷ് ആണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് സിക്ക ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഈ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെയാണ്.
പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. പക്ഷെ ഒത്തിരി നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ സ്കിൻ ടൈപ്പിന് ഇതങ്ങോട്ട് ഒത്തുപോകുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും ഒന്ന് പറയണേ. അങ്ങനെ ആ ഒരു ഫേസ് വാഷ് എനിക്ക് എൻ്റെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആക്കണമെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫേസ് വാഷ് ഒന്ന് മാറ്റി ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ഫേസ് വാഷ് കേട്ടോ. ഇത് സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് ആണ്. ഇത് നിങ്ങൾ ഒരുപാട് പേരും കണ്ടിട്ടുണ്ടായിരിക്കും. ആക്ച്വലി ഈ ഒരു ഫേസ് വാഷ് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സെറ്റാഫിലിൻ്റെ ഒരുപാട് പ്രോഡക്റ്റും നല്ല നല്ല റിവ്യൂസ് ഉണ്ട്, ഒരുപാട് പേര് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഓയിലി സ്കിൻ ക്ലെൻസർ ആണ്. ഇതിനകത്ത് അവർ പറയുന്നത് ഇത് കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണെന്നാണ്. ഇതിനകത്ത് എസെൻഷ്യൽ വിറ്റമിൻ B3 ഉണ്ട്, അതുപോലെ തന്നെ പ്രോ വിറ്റമിൻ B5 അടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് നൈക്കയെന്നായിരുന്നു. 125 ml ഈ ഒരു ബോട്ടിലിന് എനിക്കിത് 594 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷ് കിട്ടിയത്. അപ്പം ഡോട്ടാൻകിയുടെ ഫേസ് വാഷ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെൽ കൺസിസ്റ്റൻസി ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതങ്ങനെ അധികം അങ്ങനെ പതയുന്ന ഒരു ടൈപ്പ് ഫേസ് വാഷ് അല്ല കേട്ടോ. അതാ ഇത്ര ഉണ്ടാവുള്ളൂ, കണ്ടോ കണ്ടോ, അധികം അങ്ങനെ പതഞ്ഞു വരുന്ന ഒരു ടൈപ്പ് ഫേസ് വാഷ് അല്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണിത്. പിന്നെ ഇതിന്റെ ഒരു സ്മെല്ല്, ഈ ഒരു സ്മെല്ല് എനിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ അല്ല, ഇതിനൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. അതൊരുമാതിരി ആ ഒരു സ്മെല്ല് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി ഡിറ്റർജന്റിന്റെ സ്മെല്ല് മാതിരിയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ആ ഒരു കുഴപ്പം മാത്രമേ എനിക്കിതിൽ തോന്നിയുള്ളൂ. പിന്നെ ഇതൊട്ടും തന്നെ എൻ്റെ സ്കിന്നിനെ അങ്ങനെ ഡ്രൈ ആക്കുമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോർസിനെ മിനിമൈസ് ചെയ്യുന്നൊക്കെയാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പോർസിനെ ഇത് മിനിമൈസ് ചെയ്യുമോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇതിൽ ഈ ഒരു പ്രോ വിറ്റമിൻ B5 ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ തരുന്നത്. നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. എനിക്ക് ശരിക്കും ഡോട്ടാൻകിയുടെ ഫേസ് വാഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ആണ് ഈ ഒരു ഫേസ് വാഷ് കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം എനിക്ക് പേഴ്സണലി എന്തായാലും സെറ്റാഫിലാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.